ആദ്യത്തെ പരീക്ഷണം നോക്കാം. ഇതെങ്ങനെ സാധ്യമായി? ഇതിനെ നമ്മൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ്സിലേക്കും സാധാരണ വെള്ളം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് 2 ഗ്ലാസ്സിനും എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ഗ്ലാസ്സിൽ ഇട്ട ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ ലയിക്കണം. ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സാന്ദ്രത അല്പം ഒന്ന് ഉയർന്നു നിൽക്കും. ഇതുപോലെ 2 തട്ടിലായി വെള്ളം നിൽക്കാൻ കാരണം അതിൻ്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. സാന്ദ്രത കൂടിയ ഉപ്പ് വെള്ളം താഴെയും സാന്ദ്രത കുറഞ്ഞ സാധാരണ വെള്ളം മുകളിലുമായി നിൽക്കുന്നത് കാണാം. ഇനി നമുക്ക് പച്ചവെള്ളത്തിലേക്ക് അല്പം കളറ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിനെടുത്തിട്ടുള്ളത് സ്കെച്ച് പേനയുടെ കളറാണ്. ഒരു റെഡ് മാർക്കറിൻ്റെ കളറാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് കളർ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് വളരെ പതിയെ ഉപ്പുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ അത് കലരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വളരെ പതിയെ തന്നെ ഒഴിച്ചു കൊടുക്കാം. സാവധാനം ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇതുപോലെ 2 തട്ടിലായി നിൽക്കുന്നു. ഇതിന് കാരണം സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. പച്ചമുട്ട താഴെ ഇട്ടാൽ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോകും അല്ലേ? പക്ഷേ ഇത് പച്ചമുട്ടയാണ്, പൊട്ടിയിട്ടുമില്ല. അറിയണ്ടേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്? ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് വിനാഗിരിയാണ്. ഒരു വിനാഗിരി 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എൻ്റെ റിയാക്ഷൻ കണ്ടില്ലേ? നോക്കൂ ഇതിൻ്റെ റിയാക്ഷൻ. ഈ മുട്ടത്തോട് വിനാഗിരി ലയിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഒരു 3 ദിവസം മുട്ട വിനാഗിരിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താകുമെന്ന് കാണിച്ചു തരാം. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മുട്ട ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. നോക്കൂ, കഴുകിയെടുത്തപ്പോൾ
അതിൻ്റെ മുട്ടത്തോടിൻ്റെ അകത്തെ പാട മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അതിൻ്റെ ആ ഓട് കംപ്ലീറ്റ് വിനാഗിരിയിൽ ലയിച്ചു പോയിട്ടുണ്ട്. ഇനി ഇത് താഴെ ഇട്ടാലും പൊട്ടില്ല. നോക്കൂ. ഇത് പുഴുങ്ങിയ മുട്ടയാണ് എന്ന് നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടോ? എങ്കിൽ ഞാനത് മുറിച്ച് കാണിച്ചു തരാം. നോക്കൂ. കണ്ടില്ലേ? ഇത് പച്ചമുട്ട തന്നെയാണ്. അതിൻ്റെ തോടിനകത്തെ പാട മാത്രമാണ് ഇതിൽ ബാക്കിയായിട്ടുള്ളത്. ഈ ഒരു പരീക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒരു കാര്യം കൂടി, ഈ മുട്ട കഴിക്കാനൊന്നും എടുക്കരുതേ. ഇതൊരു പരീക്ഷണം ചെയ്ത മുട്ട മാത്രമാണ്. ഒരു കാരണവശാലും ഇത് കഴിക്കാൻ ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷണം എങ്ങനെ നോക്കാം. ഇതിനായി എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിൽ അല്പം പച്ചവെള്ളം മാത്രമാണ്. പച്ചവെള്ളവും അതിലേക്ക് കലർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കളറ്. ഞാൻ എടുത്തിരിക്കുന്നത് പച്ച കളറാണ്. സ്കെച്ച് പേനയുടെ പച്ച കളറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനായി കളറ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് കളർ ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്കത് കളറില്ലാതെയും ചെയ്തു നോക്കാം. ഇനി നമുക്കൊരു മെഴുകുതിരി ആവശ്യമുണ്ട്. അത് ഇതുപോലെ പാത്രത്തിൻ്റെ നടുവിൽ വെച്ച് കത്തിച്ച് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളം കുറേശ്ശെയായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ് എടുത്ത് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ തന്നെ വെള്ളം ഇതിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ഗ്ലാസ് നമുക്ക് എടുത്തു നോക്കാം.
ഇതിനെ നമ്മൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. രണ്ടിലേക്കും പകുതി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇതെല്ലാവരും ചെയ്തു നോക്കിയ പരീക്ഷണമായിരിക്കും, എന്നാലും നമുക്കൊന്നുകൂടി ചെയ്തു നോക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ്സിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി മുട്ട ആദ്യം നമുക്ക് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം, എന്ത് സംഭവിക്കും. മുട്ട താഴ്ന്നു കിടക്കുന്നുണ്ടല്ലേ, മുട്ട പൊങ്ങുന്നില്ല, താഴ്ന്നു തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചവെള്ളത്തിൽ മുട്ട താഴ്ന്നു തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉപ്പുവെള്ളത്തിലിട്ട് നോക്കാം, എന്ത് സംഭവിക്കും നോക്കാം. ഉപ്പുവെള്ളത്തിലിട്ട മുട്ട താഴേക്ക് പോകുന്നില്ല, അത് പൊങ്ങി തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.